അക്കാഡമിക് അല്ലെങ്കിൽ ഈ രംഗത്ത് ഭരണപരിചയമുള്ള ആളാണ്. സാർ, ഇവിടുത്തെ പ്രശ്നം നമ്മൾ സാധാരണ ധനകാര്യ വകുപ്പിൻ്റെ ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. അങ്ങനെയൊക്കെ നോട്ടീസ് തന്നതിനകത്ത് ആ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിങ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കാലമായി. ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ് സാർ. സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ബഹളത്തിനിടയിൽ ലേ ചെയ്തിട്ട് കൈയടിച്ചതിൻ്റെ കാര്യമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിൻ്റെ അല്ല. പക്ഷേ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ധവളപത്രം മേശപ്പുറത്ത് വെച്ച് കൈയടിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. ധവളപത്രം തയ്യാറാക്കുന്നതിനായി സർക്കാർ ചുമതലപ്പെടുത്തിയ 3 അംഗ സമിതി സർക്കാർ സംവിധാനത്തിന് പുറത്തുള്ളവരാണെന്നും ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ഭാഗ്യ സംവിധാനത്തെ ഏർപ്പെടുത്തി ധവളപത്രം തയ്യാറാക്കിയതിനാൽ തന്നെ ഇതൊരു ഔദ്യോഗിക രേഖയല്ലെന്നും KN ബാലഗോപാൽ പറഞ്ഞു. നിയമപരമായി പിൻബലമില്ല. ഈ സഭ അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. സർക്കാർ വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കാതെ രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ ഇത്തരത്തിൽ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ പുറത്തു പോകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കടുത്ത ചട്ടലംഘനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരമൊരു രേഖ സഭാ നടപടികളുടെ ഭാഗമാകാൻ അനുവദിച്ചുകൂടാ. സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യവസ്ഥകളും ചട്ടങ്ങളും പാലിച്ച് ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം തയ്യാറാക്കാൻ ധനകാര്യ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ തയ്യാറാക്കിയ ഇത്തരം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്സ് സഭാരേഖകളുടെ ഭാഗമാക്കാൻ അനുവദിച്ചുകൂടാ എന്നായിരുന്നു KN ബാലഗോപാലിന്റെ പ്രതികരണം. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.